ഇന്ന് നമ്മളുണ്ടല്ലോ ഉള്ളി സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ഉള്ളി പറിക്കാൻ വേണ്ടി നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉള്ളി നാട്ടുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂണിക് ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലുണ്ട്. അങ്ങനെ കൃഷിയോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആ ചാനലിൽ ഇത് കാണാം കേട്ടോ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ, വയോട്ടാ. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി സാമ്പാർ വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ പറിച്ചു കൊടുത്തോടുന്ന ഉള്ളിതാ ഈ ഒരു പാത്രം നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പരിപ്പാണ്. അപ്പോൾ ഞാൻ നോക്കിയാൽ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് പരിപ്പോളം എടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ആദ്യം. അപ്പോൾ ഇതാ നമ്മളിതാ പരിപ്പ് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് വേവാനുള്ള കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഒരു 1.5 ഗ്ലാസിൻ്റെ അടുത്തേക്ക് ഞാൻ 1.5 ഗ്ലാസ് അത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ പച്ചമുളകോ മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നും ഇടുന്നില്ല. പരിപ്പ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപ്പ് കൂടി ഇരുന്ന് വേവട്ടെ. ഇനി ഞാനിതാ തൊട്ടിപ്പുറത്തെ അടുപ്പിൽ തീ കത്തിച്ച് നമ്മളിതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമുക്ക് മുളകും മല്ലിയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചീനിച്ചട്ടി ഇതാ ചൂടായി വന്നു. നമുക്ക് പറഞ്ഞല്ലോ മുളകും മല്ലിയും ചൂടാക്കി എടുക്കണമെന്ന്. അപ്പോൾ നമുക്കിതാ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. കാരണം എൻ്റെ ചീനിച്ചട്ടി മൺചീനിച്ചട്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ല ചൂടിലായിരിക്കുക. അപ്പം പിന്നെ ഇതാ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതാ പരിപ്പ് ഒരു വിസിൽ മതിയിട്ട് ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. മുളകും മല്ലിയും മഞ്ഞളൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. മുളകും മല്ലിയും മഞ്ഞളൊക്കെ കൂടിയിട്ട് വറുത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് ഇട്ട് വരും. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ, കാരണം നമ്മൾ ഉള്ളി സാമ്പാർ നാളികേരം വറുത്തരച്ച ഉള്ളി സാമ്പാറാണ് നമ്മൾ വെക്കുന്നത്. ഇനി നമ്മളിതാ നന്നാക്കി ഉടനെ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ഇതാ മുളകും മല്ലിയും മഞ്ഞളൊക്കെ ഉണ്ടല്ലോ ചൂടാക്കിയത് അതിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഇതാ 2 കതിര് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് ഉള്ളി വേവാനായിട്ട് ഇതാ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടോ ഉള്ളിലേക്ക് നന്നായിട്ട് മുങ്ങിക്കെടുക്കാവുന്ന രീതിയിൽ തന്നെ നമ്മളിതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പിന്നെ നമുക്ക് പേടിക്കാനില്ല, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഏറ്റവും ലാസ്റ്റ് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിതാ ഇപ്പോൾ ഒരു ഉദ്ദേശം വെച്ച് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ മൂടി വെച്ച് തീ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്കിതിലേക്ക് നാളികേരം വറുത്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ മുളകും മല്ലിയൊക്കെ വറുത്ത അതേ സെയിം ചീനിച്ചട്ടി തന്നെയാണ് ഇതാ അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ നമുക്ക് പിന്നെ നേരിട്ട് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കാരണം നാളികേരമൊക്കെ വറുത്തെടുക്കാനുള്ളത്. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ഇരുന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്ന് നോക്കിയാൽ അതിലേക്ക് നമ്മുടെ ഒരു കഷ്ണം കായ കേട്ടോ അതിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കായ ഒന്ന് വറുത്തെടുക്കണേ. ചെറിയ കഷ്ണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീർത്ത് വരുമ്പോൾ അത് വലുതാവണ പോലെ തോന്നും. വലുതാവും, തോന്നലല്ല വലുതാവും കേട്ടോ. പിന്നെ നമ്മുടെ ഇതാ ഉള്ളി ഇവിടെ ഇട്ടിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളൊന്ന് തീ കുറച്ച് മൂടി വയ്ക്കുകയാണ് കേട്ടോ. വറുത്തരച്ച് വയ്ക്കുന്ന സാമ്പാറിലേക്ക് കായൊക്കെ ഇതേപോലെ വറുത്തന്നെ ഇടുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ തന്നെ സാധാരണ കായപ്പൊടിയാണ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വേണ്ട, ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നോക്കിയേ കായ എന്താ ഇതേപോലെ ഇതേ കണ്ടോ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നാളികേരമാണ്. അപ്പം ഞാൻ ഈ നാളികേരം എന്ന് പറഞ്ഞാൽ 1/4 മുറി നാളികേരമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് കൈ കൊണ്ട് അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 2 പിടി അത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നാളികേരം ഇടുന്നതിൻ്റെ കൂടെ തന്നെ നോക്കിയേ
കുറച്ച് ഉള്ളിയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഉള്ളി കൂടിയോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 കതിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നാളികേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ നാളികേരമൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഇതേപോലെ ഒരു കളറ് ആയി വരുന്ന സമയത്ത് നമുക്ക് നാളികേരം ഒന്നും കൂടെ നീക്കി വെച്ചിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇതാ കണ്ടോ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ വേണ്ട കളറ് മാറി തുടങ്ങി. അപ്പോൾ നമുക്കിതാ നാളികേരം ഉലുവ എല്ലാം കൂടി ഒരുമിച്ച് ഇതാ ഒന്നും കൂടി നാളികേരം ആവണം. അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. ഉലുവ കൂടുതൽ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവ തുടക്കം ഇടാതിരുന്നത് കേട്ടോ. ഇപ്പം നോക്കിയേ നമ്മൾ നാളികേരത്തിൻ്റെ കളർ നോക്കിയേ ഇതാണ് കേട്ടോ വറവ്. ഈ ഒരു വറവ് മതി കണ്ട. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി വറവ് കൂടിപ്പോവും. അത് പാടില്ല. ഈ ചീനച്ചട്ടി നമ്മൾ കഴുകിയെടുക്കുക ഒന്നും ചെയ്യില്ല. ഇതിലിപ്പോൾ കണ്ടോ നാളികേരം എടുത്തിട്ടും ഒരു ഇത്തിരിയോളം വെളിച്ചെണ്ണയുടെ ഒക്കെ ഉണ്ട്. ഈ വെളിച്ചെണ്ണയിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ താളിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ നാളികേരം ഒന്ന് ചൂടാറി കിട്ടണം. ഒപ്പം തന്നെ നമ്മൾ മുന്നേ വറുത്ത് വെച്ച് നമ്മുടെ കായ ഉണ്ടല്ലോ ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഒരുമിച്ച് നല്ല വെണ്ണ പോലെ തന്നെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. ചൂടാറിയിട്ട് അരച്ചാൽ മതി. ഇനി ഇതാ നമ്മുടെ ഉള്ളി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതേ നോക്കിയേ ഉള്ളി നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കളറ് മാറി. പിന്നെ അത് അതിങ്ങനെ വിട്ട് വിട്ട് വരും ഉള്ളിയുടെ എന്താ പറയുക മുകളിലത്തെ ഓരോ പാളികളും കേട്ടോ. അതേപോലെയാണ്. അപ്പോൾ ഇതേ ആ സമയത്ത് നമുക്ക് അതിലേക്കുണ്ടല്ലോ കോലിപ്പുളി. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കോലിപ്പുളിയുടെ അളവെന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു നെല്ലിക്ക ഉണ്ടല്ലോ ആ നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തിൽ കോലിപ്പുളി ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കുതിരായിട്ടിട്ടുണ്ടായിരുന്നു. അതിതാ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മൂടി വെച്ച് തിളപ്പിക്കാം. പുളിയൊക്കെ ഒഴിച്ചിട്ട് ഇതാ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിതാ പരിപ്പ് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ ടയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട ഇത് നമുക്ക് നേരെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി പരിപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ കേട്ടോ. നമുക്കൊന്ന് മൂടി വയ്ക്കാം തിളയ്ക്കാനായിട്ട്. പരിപ്പൊക്കെ ഇട്ടിട്ട് നോക്കിയേ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ നാളികേരം വറുത്ത് വെച്ചത് അതിതാ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രം കഴുകിയതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ താളിച്ചാൽ മതി. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മൂടി വയ്ക്കണമെന്നില്ല കേട്ടോ. തുറന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ തിളപ്പിക്കുന്നത്. നമ്മളിതാ നാളികേരമൊക്കെ ഒഴിച്ചിട്ട് നോക്കിയേ ഇതേപോലെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയാണ് കേട്ടോ. അതെങ്ങനെയാണ് ഇരിക്കുക. ഇനിയിപ്പോൾ നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതാ താളിക്കാൻ വേണ്ടി ഞാനിത് ഇപ്പുറത്തെ അടുപ്പിൽ ചീനിച്ചട്ടി വെച്ച് ഇതാ ഒന്ന് തീ കത്തിച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നമുക്ക് താളിക്കാൻ വേണ്ടി ഇതാ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണയ്ക്ക് ഇതാ ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മളൊരു ടീസ്പൂണ് കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് നമുക്കിതാ 2-3 വറ്റമുളക്, പിന്നെ ഒരു 10-12 മണിതാ ഉലുവ കേട്ടോ. എത്രയേ ഉള്ളൂ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ മുളകിൻ്റെ കളറൊന്ന് മാറി വരുന്നതോട് കൂടി തന്നെ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. നമുക്ക് ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചെടുത്ത് ഒഴിച്ചതാ വീണ്ടും ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നോക്കിയേ നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടാ.
നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണ്. പിന്നെ നാളികേരമൊക്കെ വറക്കുമ്പോൾ നമുക്ക് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി അതൊക്കെ നമ്മൾ സാമ്പാറിൽ ചെറുതായിട്ട് ഇട്ടിട്ട് നാളികേരത്തിലൂടെ അരയ്ക്കാറുണ്ട്. നമ്മളിതിൽ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഉള്ളി സാമ്പാർ വയ്ക്കുമ്പോൾ മല്ലിയില നമ്മൾ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഉപയോഗിക്കാറില്ല. ഈ ഉള്ളിയുടെ ആ ഒരു മണത്തിലും ടേസ്റ്റിലും കഴിക്കുന്നതാണ് നല്ല രസം. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷായിട്ടിനെ വിളിക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ പപ്പടം കൂടി എടുത്തു കേട്ടോ. ചൂടുണ്ടാവട്ടെ ഷേട്ടാ. ഓ നോക്കിയേ സാമ്പാറിൻ്റെ ഒരു ഭംഗി നല്ല വേണോ. ശരിക്കും എനിക്ക് സാമ്പാറുണ്ടായി കഴിഞ്ഞാൽ പപ്പടം വേണം. അപ്പം അതൊരു രസം. ചൂടുണ്ട്, ചെറിയതായിട്ട് ചൂടുണ്ട്. ഉഗ്രം സാമ്പാറാ, നല്ല രസമാട്ടാ ശരിക്കും. അടിപൊളി സാമ്പാർ, രസനല്ലേ. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പുതിയ ഉള്ളിയല്ലേ, അപ്പോൾ നീരൊന്നും വെള്ളമൊന്നും പറ്റാത്ത ഉള്ളിയാണ്. അത് കാരണം അതിൻ്റേതായ രുചിയുണ്ട്. അപ്പോൾ പപ്പടം കൂട്ടി കഴിക്കുമ്പോഴാണെങ്കിൽ അതിനെല്ലാം രസമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കിയോളൂ, നല്ല രസമായിട്ടുള്ള സാമ്പാറിന് കേട്ടോ. അപ്പോൾ നിർത്തല്ലേ, അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്.